വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 5:48. ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പുലർച്ചെ ഒരു 5:48 നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ നമുക്ക് പോവാം. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പം നേരം വെളുക്കുമ്പോൾ ഉള്ള ഒരു പാലക്കാടൻ ഗ്രാമഭംഗിയാണിത്. ഇത് കഴിഞ്ഞ് നമ്മൾ കേരള കലാമണ്ഡലം ക്രോസ് ചെയ്തു. പെട്ടെന്ന് ക്രോസ് ചെയ്തുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ആര്യാസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഹോട്ടൽ ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഓക്കെ, ഇതിനുള്ള പ്ലെയിൻ ദോശ, എനിക്കുള്ള മസാല ദോശ, വേണ്ടുള്ള പൂരി. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കൊരട്ടി ഹോട്ടൽ ആര്യാസിന്ന് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വഴി പോണവർ എന്തായാലും മസ്റ്റ് വിസിറ്റാണ് ഹോട്ടൽ ആര്യാസ്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ സ്ട്രെയിറ്റ് റോഡൊക്കെ കഴിഞ്ഞു. ഇനി ഫുള്ള് വളവും തിരിവുമാണ്. ഒന്നാമത് ഇത് വളരെ വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോവുക, മോനുള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് ഈ വളവും തിരിവായുണ്ട്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈ വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസിയൊക്കെ കൂടും. പിന്നെ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ കഴിയണതും സ്പീഡ് കുറച്ച് പോകാൻ ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾക്ക് ഛർദ്ദിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് സൈഡാക്കണമെങ്കിൽ വളരെ കുറച്ച് സ്ഥലം ഇതിന് സൈഡാക്കാനൊക്കെ ഉള്ളൂ. അതൊക്കെ ഒരു ഒത്തിരി ബുദ്ധിമുട്ടാവും. ഇത് നമ്മൾ ഇടുക്കി ഡാമിലേക്കുള്ള എൻട്രിയാണിത്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇയാൾ ചെറുതായി 2 പ്രാവശ്യം വാളൊക്കെ വെച്ച്. അപ്പോൾ നമ്മളിപ്പോൾ സമയം 11:30 ഒരുപാട് വളവും തിരിവുള്ള റോഡാണ്. അതുകൊണ്ട് ആരായാലും വള വയ്ക്കും. അപ്പോൾ നമുക്ക് ഇടുക്കി ഡാമിൽ പോകാം. നമ്മൾ വഷളായി ഗൈസ്. ഇവിടേക്ക് എത്തിയിട്ടില്ല. യാത്ര കുറച്ച് കാലമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാം കാണാതെ, ഇടുക്കി ഡാം, ചെറുതോണി ഡാം കാണാതെ ഒരു ഹിൽ പോയിന്റ് വ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ പോയി നോക്കാം, വഷളാവില്ലേന്ന് പറയാം. നമ്മൾ ഹിൽ പാർക്ക് വ്യൂക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇത് വല്ലാത്തൊരു കുന്നാട്ടാ. ഇതാണ് ഹിൽ പോയിന്റ് വ്യൂ. കണ്ട നമ്മുടെ ഇടുക്കി ഡാം. അതാണ് നമ്മുടെ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ അഡ്വഞ്ചറസ് തിങ്സൊക്കെ ഉണ്ട്. നമ്മൾ പോണില്ല. നമുക്ക് ഇവിടുന്ന് ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ. എൻ്റെ ബാക്കിലുണ്ട് ഇടുക്കിയില്ല. ഇത് ഭംഗിയാ കാണാമെന്നറിയാം. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് 2 മണിക്കാണ് റിസോർട്ടിൽ ചെക്കിന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് റിസോർട്ടിലേക്കാണ് നമുക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. നമുക്ക് കണ്ടാൽ തന്നെ അറിയണ്ടാവും. ഞാനിപ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെറുതെ ഈ വ്യൂ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ സ്റ്റേ ചെയ്യണത് ബ്രോഡ് ബീൻ റിസോർട്ടിലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആക്ടിവിറ്റീസ്, കാരണം സിപ്പ് ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ പാർക്ക്, സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. അത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഞാൻ കാണിച്ചു. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ വ്യൂ. കണ്ടോ, നല്ല സൂപ്പർ മലകൾ ഇതിന് ചുറ്റും. ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടുപേരും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ബ്രേക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടി എന്തായാലും ഒരു 2-3 ദിവസം ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ, സ്ട്രെസ്സും പ്രഷറൊക്കെ ഒന്ന് ഒഴിവായി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഒരു റിസോർട്ടിൽ 2 ദിവസം സ്റ്റേ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. പിന്നെ മുകളിൽ എന്തോ സംഭവമുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ പോയി നോക്കാം.
മുകളിൽ വന്നിട്ട് ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടാണ്. ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, ബാഡ്മിൻ്റൺ, പിന്നെ പൂള്, പിന്നെ ആയുർവേദിക് സ്പാ ഉണ്ട്. അതിന് എക്സ്ട്രാ ചാർജസ് നമ്മൾ പേ ചെയ്യണം. പിന്നെ ബാഡ്മിൻ്റൺ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, പൂളുണ്ട്. ഇവിടെ പൂളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിനുള്ള സൗകര്യമുണ്ട്. മുകളിലാണ് തോന്നുന്നു സ്പാ. ഉണ്ട് സപ്പോട്ട മരം. പെഡൽ ബോട്ട് എല്ലാത്തിനും ടൈമിങ് രാവിലെ തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് കളിക്കാനുള്ള കോർട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഗ്യാപ്പ് റോഡ് പോവുകയാണ്. ഒരു ജസ്റ്റ് നല്ല ഡ്രൈവാണ് അവിടെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. നമുക്ക് പോയോ. നമ്മൾ ഗ്യാപ്പ് റോഡ് പോണതിൻ്റെ ഇടയിലൊരു സ്ഥലമാണ് ചിത്തിരപ്പുരം. ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ്, നിറയെ തേയിലത്തോട്ടൊക്കെ, അടിപൊളി വ്യൂ. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് എല്ലാവരും കൂടെ വണ്ടി നിർത്തിയിട്ട് 2 ഫോട്ടോ എടുക്കുക, പിന്നെ പോവുക. അത്ര തന്നെ ചെയ്യണുള്ളൂ. നേരെ ഗ്യാപ്പ് റോഡിലേക്ക് വിടുക. ഇതാണ് ഗ്യാപ്പ് റോഡ്. നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് എൻ്ററായി. പിന്നെ പറയുന്നത് ലോക്കാർഡ് ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ് എന്നാണ്. അതിൻ്റെ ചുറ്റും മലയും തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് റോഡ്. അതാണ് ഈ ഗ്യാപ്പ് റോഡിൻ്റെ പ്രത്യേകത. അതെ, റൈഡിന് പറ്റിയ റോഡാണ്. ഫുള്ള് മലയും കുന്നും. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമും പെരുന്നാളിൻ്റെ ലീവും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര തിരക്ക്. ഇതാണ് ഗ്യാപ്പ് റോഡ് എന്നുള്ള വ്യൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ്. ഒരു സൈഡ് ഫുള്ള് മലയും ഒരു സൈഡ് ഫുള്ള് തേയിലത്തോട്ടം. നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ്. ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് മല. ചെറിയ ചെറിയ കച്ചവടക്കാർ. നമുക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണം. ജ്യൂസ് കാര്യങ്ങളൊക്കെ. നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. ഇവിടുത്തെ അതിൻ്റെ പാർക്കിംഗ് ആണ്. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോ പ്രോഹിബിറ്റഡ് എന്ന് കണ്ടു. നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. കണ്ടോ, ഇന്നലെ നമുക്ക് ഇടുക്കി ഡാമിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൽ കയറാൻ പറ്റി. ഇതാണ് നമ്മുടെ ഡാം എന്നുള്ള വ്യൂ. കണ്ടോ വെള്ളം. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഈ സൈഡിൽ നമ്മൾ വെള്ളം തുറന്ന് വിടുന്ന ഭാഗം, മറ്റൊരു വെള്ളം നിൽക്കുന്ന ഭാഗമാണ്. അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ, ജെറ്റ് സ്കീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മൾ അടുത്തത് എക്കോ പോയിന്റ് ബോട്ടിംഗ് സെൻ്ററാണ്. ഇത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അലറി വിട്ടാൽ തിരിച്ചലറി കിടന്നേ വരും. എക്കോ അടിക്കും അത്ര. കുറേ കുട്ടികൾ. ഇതിന് എൻട്രൻസ് ഫീസ് ഉണ്ട്. 10 രൂപ. നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് എക്കോ പോയിന്റ് ബോട്ടിംഗ് സെൻ്ററിലേക്ക്. കണ്ടോ, നിറയെ ഭയങ്കര റഷാട്ടോ. ഈ വെക്കേഷനും പെരുന്നാൾ ലീവൊക്കെ ആയതുകൊണ്ട്.
നമ്മളുടെ ഫൈനൽ ഡേ ആണ്. നമ്മൾ രാവിലെ സിപ്പ് ലൈനും ബോട്ടിങ്ങും ഒക്കെ ചെയ്തു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞ്. നമ്മൾ നേരെ ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് വിട്ടു. അവിടെ മാത്രം കാണുന്ന ഒരു ജീവിയാണ് വരയാട്. പിന്നെ നമുക്ക് ഈ കാണുന്ന ആനമുടി ഹിൽസ്, അതായത് ആനമുടി ഹിൽസ് എല്ലാവർക്കും അറിയാം. നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ വണ്ടിയിലാണ് നമ്മളെ ഇത് കാണിക്കാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോവുക. വരയാടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അവരുടെ വണ്ടിയിലാണ് കൊണ്ടുപോവുക. അപ്പോൾ വരയാടിനെ വഴിയിൽ നിന്ന് കാണുകയാണെങ്കിൽ അവർ നിർത്തിയിട്ട് ഇതുപോലെ കാണിച്ചു തരും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അപ്പോൾ അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരും. താഴേന്ന് ഇത് കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ റോഡിന് എന്താ പറയുക, ഹൈ റോഡോ ഹൈ റേഞ്ചോ, ഓഫ് റോഡ്, ഭയങ്കര ഓഫ് റോഡാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ വരാൻ പറ്റില്ല. ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ നമ്മളവിടെ ഇറക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ പോവാം. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ കണ്ട പോലെ വരയാടിനെയൊക്കെ നേരിട്ട് അടുത്ത് നിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇതാ ദൂരെ വരെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതാണ് താഴേക്കുള്ള കഥ. അങ്ങനെ നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ മറയൂർ വഴി മറയൂർ ശർക്കരയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ മൂന്നാർ വിശേഷം ഇവിടെ തീരുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണതിന് മുന്നേ എന്നും പറയണ പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.